ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോന് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് മറ്റൊന്നും കൊണ്ടല്ല. ആക്ച്വലി ഞാൻ ഇതിനൊരു ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. ഇത് സമയം ഒരു 6:45 ഉള്ളൂ. നമ്മൾ രാവിലെ ഉറങ്ങിയെണീച്ച് ചടപടെ റെഡിയായി എങ്ങനെയൊക്കെയോ റെഡിയായി വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഐലൻഡ് വിസിറ്റാണ്. അപ്പം ഒരു 7 മണിയാകുമ്പോൾ വണ്ടി നമ്മളെ പിക്ക് ചെയ്യാൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുന്നേ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേഗം പോകണല്ലോ എന്ന് കരുതി വേഗം വന്നതാണ്. ഞാൻ വീഡിയോ അങ്ങനെ ഒരു പ്രതീക്ഷിച്ചെടുത്തതല്ല, ജസ്റ്റ് ചുമ്മാ ഒന്ന് എടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ കരുതി ഏതായാലും ആഡ് ചെയ്യാം, അങ്ങനെ ഞാൻ ആഡ് ചെയ്തെന്ന് മാത്രം. ഇത് നമ്മൾ കഴിച്ചത് ഹലോ, ഇത് ഒതന്റിക് ആയോ? ഞാൻ റൈസ്, ഇത് മറ്റേ വൈറ്റ് റൈസ്, ഇത് സോറി സ്പീഡായിക്കോ. രാവിലെ തന്നെ എഗ്ഗും താഴെയായിട്ടുള്ള പൂച്ച. എല്ലായിടയ്ക്കും പൂച്ചിങ്ങ തന്നെ ഫുഡൊക്കെ ഇറക്കൊന്നിരിക്കും അല്ലേ? ഇതൊരു ചിക്കൻ സ്റ്റീർഡ്, ഒരു തായ് സാധനം. ഇതില്ലേ, ഇതൊരു തായ് ഫ്രൈഡ് റൈസ്. ഇതില്ലേ ഒരു എന്തോ ഒരു ബീഫ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സോസ് എത്ര? ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടല്. ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ടൈം ഇപ്പോൾ ഇല്ല. ഇതൊരു വലിയ ഏരിയ ഉണ്ട്. ഒന്നുമില്ലേ ചേട്ടാ? അപ്പോ നമ്മള് ഇരിക്കടാ, ചെക്കൻ ആർഡർ ചെയ്യില്ലേ? അച്ഛനമ്മോനെ ഊഞ്ഞാലാടുന്നുണ്ടേ. അപ്പൊ നമ്മള് അനു എവിടെയാ? വമ്പൻ തിരക്കല്ല. ഫിഫി ഐലൻഡ് വേറെ ഉണ്ടോ? എനിക്കറിയില്ല. അവിടെ ഒരു 2 മണിക്കായിട്ട് എത്തും. അല്ല, 2 മണിക്ക് തിരിച്ചു വരും അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കും. അപ്പൊ നമ്മളെ ഷിപ്പിലേക്ക് ഇങ്ങനെ കയറാം. നമ്മളിപ്പം ഇതിലാണ് ഐലൻഡിലേക്ക് പോകുന്നത്. ഫിഫി ഐലൻഡ് ഇതാണ് നമ്മളെ.
വിവേകാട്ടനും നിശ്ചയും ചെറുങ്ങനെ സൈഡാണ്. കുഴപ്പമില്ല, അവർ റിസ്ക് എടുക്കണ വെച്ചാൽ അനങ്ങാണ്ടിരിക്കുന്നുണ്ട്. വിവേകാട്ടൻ അവിടെ ഇപ്പോൾ പോയി. ഇവിടെ ഇല്ലവരെല്ലാം മുകളിൽ ഫോട്ടോസ് എടുക്കാൻ പോയിട്ടുള്ളത്. ഇത് ഇപ്പം ആക്ച്വലി നമ്മളിപ്പോൾ എടുത്തത് ഒരു VIP സീറ്റ്സാണ്. അതുകൊണ്ടാണ് ഇത്ര ഒരു ഫ്രീയും ഇത്ര സൂപ്പർ സീറ്റും. ബാക്കി എക്കണോമിയൊക്കെ നോർമൽ സീറ്റും പിന്നെ ഭയങ്കര കൺജസ്റ്റഡും ഭയങ്കര ആളൊക്കെയാണ്. പക്ഷേ ഈ സീറ്റ് ചൂസ് ചെയ്താൽ നന്നായി. കുറച്ച് റേറ്റ് അധികമുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഫുൾ കടലോ കടൽ. ഭയങ്കര വേവ്സ്. അതൊക്കെ ഓരോരോ ഐലൻഡ്സാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. അറിയില്ല. കുലുങ്ങി പോകും, കുലുങ്ങി പോകും. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ, ഉണരൂ, ഉണരൂ. എന്തിനാ വന്നേ? മര്യാദക്കാറ്. Everybody, welcome to Pipidon Island. In a few minutes, the boat will stop at the townside here. When the boat stops, when you get off the boat, please prepare your sticker. Show your sticker. Because Thai government and the pier will check your sticker. Everyone, for free sticker. When you get off the boat, you have to follow our staff walk to the restaurant. 2:10, staff walk back is better for you. Because the boat leave from the townside pier at 2:30. 2:30. The boat start. Is നമ്മൾ last ആക്ച്വലി time. ഐലൻഡിലെത്തി. And last boat back to Phuket. So that don't late. If you late, ബൈ. bye bye. Tomorrow we will pick you up. We hope to see you again. So everyone, then please check your slot, check your belonging. ഓക്കെ. ആക്ച്വലി നമ്മൾ ഫിഫിയാലൻഡിലെത്തി. വിവേകാട്ടനി പറഞ്ഞു. ബോട്ട് നല്ല ഷേക്കിംഗ് ആയതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു. ഛർദ്ദിക്കാതിരിക്കാൻ ഞാൻ നന്നായിട്ട് പറഞ്ഞു. ഞാൻ മാത്രമേ ഉണർന്നിരുന്നുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങില്ലായി. चलो चली चली चलो. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന ഷിപ്പ് ആ സാധനം കാണിച്ചു കൊടുത്തത്. ഈ ആൾക്കാർ ഇറങ്ങുന്നതാണ് നമ്മൾ ഇറങ്ങുന്ന ഇത് കടലിന്റെ നമ്മളെ നിൽക്കുന്ന കരയ്ക്ക് തൊട്ടടുത്താട്ടോ. ഇത് നമ്മളെ പഴയ മറ്റേ കണ്ണിച്ചൻ ആ അല്ല കേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞാണ്. അതെ അതെ കറക്റ്റാ. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. ഒരാൾക്ക് മനം മാറ്റം വന്നിരിക്കുന്നത് ഗായ്സ്. എന്നാ പിന്നെ എന്നാ പിന്നെ വിവേകാടൻ സ്കൂബ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ലേ? ഓക്കെ, ഗോ എഹെഡ്. അപ്പൊ ഫുഡോ അത് കഴിഞ്ഞു വന്നിട്ടായിക്കോ. ഗായ്സ് സ്കൂബ ചെയ്യാൻ പോയെന്ന്. ഓക്കെ ഓക്കെ, ദെൻ ബൈ, ഹാവ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഗൈസ് സ്കൂബ കഴിഞ്ഞത് രണ്ടുപേരെ എത്തിയിരിക്കുന്നു. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? വണ്ടർഫുൾ എക്സ്പീരിയൻസ്. പോയില്ല നഷ്ടം വെച്ചാൽ എങ്ങനെ പോകണം. ഇച്ചിരി ടൈമേ ഉള്ളൂ, പക്ഷെ കിട്ടില്ലാണ്. അതിന്റെ വ്യൂ നല്ല അടിപൊളി. നല്ല തെളിഞ്ഞ വെള്ളമാണ്, വെള്ളം കളിക്കണമെന്നില്ല. നല്ല തെളിഞ്ഞ വെള്ളം കിട്ടില്ല. നമ്മൾ ഫ്രഷ് ആയിട്ട് വരാം. എടുത്തു
നമ്മുടെ പ്രേക്ഷകർ അറിയണ്ടേ ഇതെങ്ങനെ സെറ്റപ്പ് സത്യം എന്താ വെച്ചാല് ഇതാകെ ചെറിയൊരു സെറ്റപ്പിൽ ഇവർ ഉണ്ടാക്കിയ സംഭവം സെറ്റപ്പ് സംഭവം അവര് കാര്യം ഇതിലാക്കില്ല അവര് താഴെ കാണുന്ന സംഭവം ആർട്ടിഫിഷ്യൽ അവർ ക്രിയേറ്റ് ചെയ്ത ഫിഷ് ഉണ്ട് ഫിഷ് ഉണ്ട് പക്ഷെ അവർ കുറച്ച് ഫിഷ് ഇവര് പറഞ്ഞാൽ 10-20 മീറ്റർ ജസ്റ്റ് നമ്മൾ താഴെ പോകുന്നത് 8 മീറ്റർ 8 മീറ്റർ ഉണ്ടാവും സിമ്പിൾ ഒരു 5 മീനെ നിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വീടിന് വീഡിയോ എടുക്കുമ്പോൾ എന്താ നിന്റെ മുഖത്ത് ഫുൾ മീനല്ല അത്രയുണ്ട് 5 മീനെ 5 മീൻ അടിയില്ലു എക്സ്പ്ലോർ ചെയ്യാനില്ല പക്ഷേ നമുക്ക് ആ താഴേക്ക് പോകുന്നത് വരുന്നവരെ. പക്ഷെ അത് മാത്രല്ല ഞാൻ പോകുന്ന വിചാരിച്ചില്ല. നീ മുങ്ങിയിട്ട് കുറെ സമയം കഴിഞ്ഞിട്ട് ഞാൻ മുങ്ങില്ല. ഞാൻ ഞാൻ ഇല്ല എനിക്ക് തോന്നില്ല കാരണം വെച്ചാൽ ഞാൻ ലിപി നോക്കി ഇവനാകെ മുങ്ങിയേക്കുന്നു ഇയാളെ നീ ഒന്നും മുങ്ങിയെങ്കിൽ കാണുന്നില്ല മുങ്ങി സെറ്റായി പിന്നെ ഇത് നീങ്ങുന്നില്ല ഈ മുങ്ങി അടിക്കുക തന്നെ ഇയാളെ കടിക്ക് ഞാൻ കൊറേ നോക്കി ലാസ്റ്റ് താഴെത്തി പോയി എനിക്ക് മനസ്സിലായി താഴേക്ക് പോകുന്നിട്ട് പക്ഷെ അത്രേ പൈസയേ ഉള്ളൂ പൈസ പക്ഷെ എനിക്ക് പൈസ ഇതൊരു ക്രിയേറ്റ് ചെയ്ത അത്ര തോന്നില്ല എനിക്ക് ഇതിനെക്കാളും നല്ലത് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യേണ്ട ചിലപ്പോൾ ലക്ഷദ്വീപൊക്കെ ഇവിടെ നമുക്ക് ലഞ്ചാണ് റൈസ് അതിന്റെ സ്പെഷ്യൽ അത് സാധാ നോർമൽ വൈറ്റ് റൈസ് ഇതൊരു ഫിഷ് ഇതൊരു ചിക്കൻ ഇതെല്ലാം തായിയാണ് കേട്ടോ ഇത് സ്റ്റിർ ഫ്രൈഡ് മിക്സ് നോർമൽ നൂഡിൽസ് സ്പെഗറ്റി വിത്ത് ടൊമാറ്റോ സോസ് ഇതിൻ്റെ പേരില്ല കേട്ടോ ഇതെന്തോ കറിയാൻ തോന്നുന്നു ഫുൾ ഓഫ് സാലഡ്സ് ഇത് നമ്മളെ വേണ്ട പരിപ്പ് കറി ഇതെന്നാ സാധനം ഇതിൻ്റെ പേരില്ല ഇത് ഉരുളക്കിഴങ്ങാണോ പപ്പടം നാണ് സമൂസ വൈറ്റ് റൈസ് എന്തോ ഒരു സംഭവം യെസ് ഇത്രയാണുള്ളത് ഡ്രിങ്കിങ് വാട്ടർ എന്തെങ്കിലും എടുത്തിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഓക്കെ നല്ല സിമ്പിൾ മെനു ക്യാബേജ് അല്ലേ ക്യാബേജ് ഒരു സ്പെഷ്യൽ എടുത്തില്ല കായ് ക്യാബേജ് ചോറും ചിക്കൻ കറിയാ പരിപ്പാറിയും ചിക്കനും ഇതില്ലേ ചീരയോ അങ്ങനെ എന്തോ അപ്പം നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക് പോവാണ്. ഇവിടെ നല്ല മഴയായിരുന്നു നേരത്തെ. അവിടെ ഫോട്ടോസൊന്നും മര്യാദ കിട്ടിയില്ല. അപ്പോൾ തായ്ലാൻഡിൽ നല്ല മഴയാണ്. നമ്മൾ ഷിപ്പിലേക്ക് കയറാൻ പോകുമ്പോൾ മഴ പെയ്ത് തിരിച്ച് ഓടി. നമ്മൾ ഓൾറെഡി കോട്ടൊക്കെ സെറ്റായിരുന്നു. നമ്മൾ കോട്ടിടുമ്പോഴത്തേക്ക് മഴ പോയി. ഓൾറെഡി മറ്റേ ടീം ബോട്ടിലേക്ക് കയറി. അപ്പോൾ തായ്ലാൻഡിൽ വന്ന് റെയിൻകോട്ട് ഇട്ട് നടക്കുന്നത്. കേരള में इम्पोर्टेड किया है. തായ്ലാൻഡ് മഴയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. വീട്ടിലുണ്ടായ റെയിൻകോട്ട് എടുത്തു വെച്ചു. ഉണ്ണിയാടൻ പറഞ്ഞോ അല്ലേ എടുക്കാൻ. അതേപോലെ നന്നായി. ഇതുവരെ യൂസ്ഫുൾ ആയിട്ടില്ല. ഇന്ന് യൂസ്ഫുൾ ആയി. ഇവിടെ 100 ബാത്ത 252 രൂപ ഇന്ത്യൻ മണി. ഇവിടെ സുലഭമായി കിട്ടും. വീണ്ടും കോട്ടൊക്കെ അയച്ചു ഗൈസ്. ഫോട്ടോ എടുക്കേണ്ട സമയം വന്നപ്പോൾ വീണ്ടും ഫോട്ടോ അയച്ച് കോട്ട അയച്ചിട്ട് വീണ്ടും ലിപ്സ്റ്റിക് ഇട്ടാൽ മതി. അതിൻ്റെ ലിപ്സ്റ്റിക് ഇടുന്ന വീഡിയോ ഉണ്ട്. നമ്മൾ വീണ്ടും ഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇപ്പം ഈ കാണുന്നത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉള്ള സീനാണ്. ഇതെന്ന് വെച്ചാൽ കാലാവസ്ഥ കംപ്ലീറ്റ് മാറി. നമ്മൾ വരുമ്പോൾ വെയിലാണെങ്കിൽ പോകുമ്പോൾ കംപ്ലീറ്റ് മഴ, കാറ്റ്,
അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഇനി മുകളിലേക്കൊന്നും പോവണ്ട, സീറ്റിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം അത്രക്ക് കാറ്റായിരുന്നു. പിന്നെ നമ്മൾ തന്നെ ഒന്ന് പേടിച്ചിട്ടാണ് അതിലിരുന്നത്. അക്കരെ എത്തൂലേ എന്നൊരു സംശയം എനിക്കുണ്ടായിനി. പിന്നെ കുറേ ആൾ വോമിറ്റിംഗ് ഒക്കെ തുടങ്ങി, ഭയങ്കര പ്രശ്നമായി. ഒരാൾ വോമിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ളവർ തുടങ്ങി. പിന്നെ ഇതൊരു കോമ്പറ്റീഷനായി. അങ്ങനെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ നമ്മളെത്തി. എല്ലാവരും റെസ്റ്റ് എടുത്ത് പോകുമ്പോണ്ടായ ആവശ്യമൊന്നും തിരിച്ചു വരുമ്പോൾ ആർക്കും ഉണ്ടായില്ലായിരുന്നു. ആക്ച്വലി ഈ വീഡിയോന് ഇൻട്രോ മാത്രമല്ല എൻഡിങ്ങും ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. പിന്നെ ഒരുപാട് പേര് വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോറി ഫോർ ദ ഡിലേ. ഇനിയും 2 എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും നാൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീണ്ടും അടുത്ത വീഡിയോ ഞാൻ വേഗം തന്നെ വരാം. അതുവരേക്കും see you soon guys. Bye bye.